ആദ്യമായുള്ള എക്സലർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ എക്സലൻസ് അവാർഡ് 2024 കവിയും മാധ്യമപ്രവർത്തകനുമായ അക്ബറിന് ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത്. പുഴയുമെല്ലാം തന്റെ എഴുത്തുകളിൽ ഏറ്റവും കാവ്യാത്മകമായി ഉൾച്ചേർത്ത് വായനക്കാരന്റെ മനസ്സിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന സൃഷ്ടികളാണ് കവി അക്ബറിന്റേത്. വീടും നാടുമടങ്ങുന്ന തന്റെ ചുറ്റുപാടുകളെ ഇഴചേർത്ത് അയാൾ എല്ലാവരിലേക്കും എത്തുന്ന ധാരാളം കവിതകൾ എഴുതി. അക്ബറിന്റെ ഈ സാഹിത്യ സൃഷ്ടികൾക്ക് ഒടുവിൽ ലഭിച്ച അംഗീകാരമാണ് കൽക്കത്ത ആസ്ഥാനമായുള്ള എക്സലർ ബുക്സിന്റെ സാഹിത്യരംഗത്തെ 2024 ഇന്റർനാഷണൽ എക്സലൻസ് അവാർഡ്. പ്രശസ്തി പത്രവും 20,000 രൂപയുടെ പുസ്തക വൗച്ചറും അടങ്ങുന്നതാണ് പുരസ്കാരം. നിലച്ചിരിക്കാതെ എത്തിയ അവാർഡ് ലബ്ധിയുടെ സന്തോഷത്തിലാണ് അക്ബറും കുടുംബവും. 2007 സംസ്കാര സാഹിതി, അതായത് കോൺഗ്രസിന്റെ ഒരു സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി PT തോമസിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി എനിക്കൊരു പുരസ്കാരം നൽകി ആദരിച്ചത്. തുടർന്ന് വിവിധ ആദരവുകളും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനമായി കിട്ടിയതാണ് എക്സലർ ബുക്സിന്റെ ഈ പുരസ്കാരം. കൂടാതെ വൈകാതെ വേറെ പുരസ്കാരവും എന്നെ തേടിയെത്തുന്നുണ്ട്. കവിത എഴുതി തുടങ്ങിയത് കോളേജ് കാലത്താണ്. ഗൗരവതരമായി കവിതയിലേക്ക് വന്നത് കോളേജ് കാലത്താണ്. 1904 മുതൽ 1907 വരെയുള്ള കാലത്താണ് കൊതമംഗലം MA കോളേജിൽ പഠിച്ച ആ കാലഘട്ടത്തിലാണ് ഒത്തിരി കവി സുഹൃത്തുക്കളും ഒന്നിച്ചെഴുതിയ കവികളും ഇപ്പോഴും സജീവമായി കവിത എഴുതുന്നവരും കൂട്ടുകാരായിട്ടുണ്ട്. അങ്ങനെയാണ് കവിതയിലേക്ക് വരുന്നത്. ആ കാലത്ത് 2001 ആദ്യ പുസ്തകം DC ബുക്സ് ബാംസുരി ഇറക്കുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് 2019 പാപ്പാത്തി പുസ്തകങ്ങൾ അക്ബറോസ്കി എന്ന പുസ്തകം ഇറക്കുന്നത്. പിന്നീട് 2022 ഇല തൊട്ട് കാടിനെ വായിക്കുന്ന എന്ന കാടനുഭവ പുസ്തകം, ഒരു പരിസ്ഥിതി അനുഭവക്കുറിപ്പുകളാണ് ഈ പുസ്തകം ഇറക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും അടുത്തായി 2023 ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച കുയിൽ ഒരു പക്ഷി മാത്രമല്ല എന്ന പുസ്തകമാണ് അവസാനമായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പുതുതായി ഉമ്മയെക്കുറിച്ച് ഒരു പുസ്തകം പണിപ്പുരയിലാണ്. എൻ്റെ പ്രണയ കവിതകളുടെ പല കാലത്ത് എഴുതിയ പ്രണയ കവിതകളുടെ സമാഹാരം വൈകാതെ പുറത്തിറങ്ങും. കൂടാതെ പുതിയ കവിതകളുടെ ഒരു സമാഹാരവും അടുത്ത് തന്നെ വൈകാതെ പുറത്തിറങ്ങും. ഇതാണ് കാര്യങ്ങൾ. കവിത ചെറുപ്പം മുതൽ കവിതയിലും ചിത്രകലയിലാണ് ഞാനുണ്ടെങ്കിലും കവിതയിലേക്ക് വരുന്നത് ഈ കോളേജ് കാലത്തോടെയാണ്. അതിന് മുമ്പ് ചിത്രകലയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. പിന്നീട് ചിത്രം വരയ്ക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ചിത്രം വര നിന്ന് കവിതയിലേക്ക് മാത്രമായി മാധ്യമപ്രവർത്തനത്തിലേക്ക് പോയപ്പോൾ ചിത്രകലയിൽ നിന്ന് വീണ്ടും സാഹിത്യത്തിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു. ലോകത്തെ വിവിധ ഭാഷകളിലെ സാഹിത്യകാരന്മാർക്ക് വർഷം തോറും നൽകുന്ന അവാർഡാണ് അക്ബറിനെ തേടിയെത്തിയത്. മലയാള സാഹിത്യത്തിന് അക്ബർ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡ്. ബാംസുരി, അക്ബറോവസ്കി, കുയിൽ ഒരു പക്ഷി മാത്രമല്ല എന്നീ കവിതാ സമാഹാരങ്ങളും ഇല തൊട്ട് കാടിനെ വായിക്കുന്നു എന്ന കാടനുഭവ കുറിപ്പുകളുടെ പുസ്തകവും അക്ബറിന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. പ്രണയ കവിതകളുടെ സമാഹാരമായ നിന്നെക്കുറിച്ചുള്ള കവിതകൾ എന്ന പുസ്തകം ഈ വർഷം പുറത്തിറങ്ങും. കൂടാതെ അക്ബറിന്റെ മാതാവിനെ കുറിച്ചുള്ള കവിതകളുടെയും കുറിപ്പുകളുടെയും സാഹിത്യ സൃഷ്ടിയുടെ പണിപ്പുരയിലാണ് അക്ബർ. ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി ഭാഷകളിൽ നിരവധി പുസ്തകങ്ങൾ ഇറക്കിയിട്ടുള്ള കൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സലർ ബുക്സിന്റെ അന്താരാഷ്ട്ര സാഹിത്യ പുരസ്കാരമാണ് എനിക്ക് ലഭിച്ചത്. കേരളത്തിലെ ഒരാൾ നാമനിർദ്ദേശം നൽകുകയും അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എൻ്റെ അവസാനമിറങ്ങിയ ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച കുയിൽ വെറുമൊരു പക്ഷി മാത്രമല്ല എന്ന പുസ്തകമാണ് പ്രധാനമായും പരിഗണിച്ചത്. എക്സലർ ബുക്സ് വളരെ വലിയൊരു പ്രസാധക സംഘമാണ്. അവർ വിവിധ മേഖലകളിൽ, സാഹിത്യ മേഖലകളിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ലോകത്തെമ്പാടുമുള്ള പല സ്ഥലങ്ങളിലെ സാഹിത്യകാരന്മാരെ ഇങ്ങനെ ആദരിക്കാറുണ്ട്. അങ്ങനെയാണ് ഈ ആദരം ലഭിച്ചത്. ഇതോടൊപ്പം തന്നെ 20,000 രൂപയുടെ ബുക്ക് വൗച്ചറും ഇതോടൊപ്പം തന്നെ ലഭിച്ചിട്ടുണ്ട് ഈ അവാർഡിന് പുറമെ. നേര്യമംഗലം സ്വദേശിയായ അക്ബർ മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. സാംസ്കാരിക സാഹിത്യ പുരസ്കാരം, നാഷണൽ ഓർഗനൈസേഷൻ ഓഫ് എംപവർമെന്റ് അവാർഡ്, പുരോഗമന കലാസാഹിത്യ സംഘം ആദരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇന്ത്യൻ ലിറ്ററേച്ചറിൽ അക്ബറിന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇംഗ്ലീഷ്
ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലേക്ക് കവിതകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ മീഡിയാനെറ്റ് വാർത്താ വിഭാഗം മേധാവിയായി സേവനമനുഷ്ഠിച്ചു വരികയാണ് അക്ബർ. അതീവ ദുഃഖിതരുടെ താഴ്വരയിൽ സങ്കടം, വിഷാദം, നിലവിൽ പേരുകളോടെ ചില വീടുകൾ. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.